അടുക്കള ജോലികൾ അച്ഛനും അമ്മയും മക്കളും പങ്കിടുന്ന ചിത്രമടങ്ങിയ സ്കൂൾ പാഠഭാഗമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. വിശകലനങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സാധാരണ കുടുംബം ഈ ചിത്രത്തെ എങ്ങനെ വിലയിരുത്തും എന്ന് കാണാം. വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് അടുക്കളയെന്നും ചിത്രം നോക്കി എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നതെന്നും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയാൻ കുട്ടിക്ക് നിർദ്ദേശം നൽകുന്നതാണ് പാഠപുസ്തകത്തിലെ 59-ാം പേജിലെ ഉള്ളടക്കം. ചിത്രത്തിൽ അമ്മ പാചകത്തിൽ വ്യാപൃതയായിരിക്കുമ്പോൾ അച്ഛൻ തേങ്ങ ചിരവുകയാണ്. മകൾ മറ്റൊരു ജോലിയിൽ വ്യാപൃതയായിരിക്കുന്നു. ഇളയ ആൺകുഞ്ഞ് പാവയുമായി കളിക്കുന്നു. പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾ SCERT ഓൺലൈനായി ലഭ്യമാക്കിയതോടെ പൊതുജനം ഏറ്റെടുത്തു. പിന്നെ ചർച്ചയായി, വിശകലനമായി. പൂമുഖത്തെ ചാരുകൊസയിലിരിപ്പായിരുന്ന അച്ഛനെ അടുക്കളയിൽ എത്തിച്ചിട്ടുണ്ടെന്നും വളർന്നു വരുന്ന മക്കളൊക്കെ ഇത് കണ്ട് പഠിക്കട്ടെ എന്ന് തുടങ്ങുന്നു ചർച്ചകൾ. വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ സമൂഹത്തിന്റെ ചിന്തയിലും വളർച്ചയിലും പ്രതിഫലിക്കുന്നുണ്ടോ? അതറിയാൻ അവർക്കൊപ്പം തന്നെ ഒരു നേരം ചിലവഴിക്കണം. തിരുവനന്തപുരം ആറാലുംമൂട് സ്വദേശി അമൃത, മകൻ കാശിനാഥ്, 3ാം ക്ലാസ് വിദ്യാർത്ഥി. രാത്രി കഴിക്കാൻ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് കുട്ടികൾ അമ്മയുടെ പിന്നാലെ കൂടിയപ്പോൾ ഒരു പാക്കറ്റ് പൊട്ടിച്ചു. പോഷകത്തിന് അമ്മയുടെ പൊടിക്കൈ. മാഗി കൊടുക്കുമ്പോഴത്തേക്ക് മാഗി ഹെൽത്തി ഫുഡ് അല്ല, അതുകൊണ്ട് ഹെൽത്തി ഫുഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു. കഴിയുമ്പോഴത്തേക്ക് മാഗി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ വെജിറ്റബിൾസ് വരുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ അത് ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ മാഗിയുടെ കൂടെ അതങ്ങ് കഴിക്കും. എന്നും മാഗി കൊടുക്കാൻ പാടില്ല, ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 പ്രാവശ്യം. മലക്കറി ഇട്ട് വേണം കഴിക്കാൻ. അമൃതയും ഭർത്താവ് അജിന്റെ അമ്മയുമാണ് ഈ മധ്യവർത്തി കുടുംബത്തിലെ അടുക്കള നോക്കുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഭക്ഷണമുണ്ടാക്കാനും അറിഞ്ഞിരിക്കണം. സ്കൂൾ അധ്യാപിക കൂടിയായ അമൃത മക്കളെ പരിശീലിപ്പിക്കുന്നതും അതാണ്. എൻ്റെ മോനോട് പറയാറുണ്ട്, പാത്രം കഴിക്കുന്നിടത്ത് സാധാരണ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയല്ലേ കൊണ്ട് അടുക്കള വെക്കുന്നത്. അവനോട് ഇപ്പോഴേ ഞാൻ പറയാറുണ്ട്, പാത്രം കഴിക്കുന്ന പാത്രം നീ കൊണ്ട് അടുക്കളയിൽ വെക്കുക എന്ന്. പാഠപുസ്തകം അധ്യാപകന്റെയും കുട്ടിയുടെയും മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ കൂടിയാണ്. വിമർശനങ്ങളും കീറിമുറിച്ചുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ചർച്ചകളും തുടരട്ടെ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും ചെയ്യണമെന്നാണ്. അതെ, അപ്പോഴേ ജോലി എളുപ്പമാവും, അവരത് പഠിച്ചിരിക്കും, കുക്കിംഗ് അവരും പഠിച്ചിരിക്കും. അപ്പം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ള. എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത് അറിയാവോ? മലക്കറി അറിയും, ആഹാരം ഉണ്ടാക്കും. ഇപ്പൊ അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, ഉപകരണങ്ങളുണ്ടെന്ന് അറിയാമോ? പാത്രം, കുക്കർ. പാഠപുസ്തകമൊക്കെ വന്നിട്ട് 100 വർഷത്തിലധികമായി കാണും. പക്ഷേ ഈ 2024 ആ പാഠപുസ്തകത്തിലെ ഒരു പേജിലെ അടുക്കളയിലേക്ക് അച്ഛനെ കയറ്റാനായത്. എന്തായാലും ഇത്തരം മാറ്റങ്ങളൊക്കെ, പുരോഗമനപരമായ മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. ഇതിനെക്കുറിച്ച് സമൂഹത്തിലും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ആത്യന്തികമായ ഉപഭോക്താക്കൾ കുട്ടികളാണ്. അവർ നല്ല സന്ദേശത്തോടെ നമ്മുടെ സമൂഹത്തിൽ വളർന്ന് ഉയരട്ടെ. തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം അജീഷ് ജയകുമാർ, 24. അപ്പോൾ അത് തന്നെയാണ്, നല്ല പാഠങ്ങളൊക്കെ പഠിച്ച് നാളത്തെ തലമുറയെ നയിക്കാൻ പരുവത്തിന് നല്ല പക്വതയുള്ള പാകതയുള്ള മിടുക്കരായ കുട്ടികളായി വളരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ.